ചങ്ങാതിമാരെ, ഇതാ ഇവിടെയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയത്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ ഉറക്കം. ഇപ്പോൾ സമയം 6 മണിയായി. പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വലിയൊരു കാടാണ്, നല്ല മുൾക്കാട്. റോഡ് അടുത്താണ്, പക്ഷെ റോഡിൻ്റെ പുറത്തായിട്ടാണ് ഈ ഒരു കാടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 6:30 പോകത്തുള്ളൂ. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇനി വിജയവാഡ ഡയറക്ഷനിലേക്ക്. ഉറക്കം മാറിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കത്ത് തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പോയി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം, അടുത്തെവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന്. ഇന്നും ഇനി ഒരു ലക്ഷ്യമൊന്നുമില്ല, കാരണം ഇനി വിജയവാഡ പോകുന്ന വഴിക്ക് ഇനി 2-3 ദിവസം എടുക്കും വിജയവാഡയിലേക്ക്. എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യണം, അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. സൈക്കിളങ്ങ് മൂലക്കാടിയുണ്ട്. അപ്പോൾ ഓക്കെ, സൈക്കിളിതാ അവിടെ ഒരു പനേൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ഒരു കാട്ടിൻ്റെ സൈഡുമാണ് വെച്ചത്. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ടെൻറ്റ് ചെയ്തത്. ഇത് വേറെ ഒരു പോക്കറ്റ് റോഡാണ്, മണ്ണിട്ട്. അപ്പോൾ ലേശം അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നതാണ്. ഉണ്ടോ, നല്ല ഏരിയ ആണ്, അടിപൊളി ഏരിയ ആണ്. ഇതുപോലത്തെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു സുഖം തന്നെയാണ്. ഒരച്ചപ്പാടുമില്ല, ഞാനും കാട്ടിലുള്ള ജീവികളും മാത്രം. നായിഡുപേട്ടെത്തി. രാവിലെ 6:00 തന്നെ യാത്ര തുടങ്ങി. നല്ല മനോഹരമായ പാടങ്ങളാണ്, കൊയ്ത്ത് കഴിഞ്ഞു. ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് തന്നെ ധാരാളം പാടങ്ങളിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് കൊയ്യുന്ന കണ്ടിട്ടായിരുന്നു. പക്ഷെ ഇന്നലെ പിന്നെ ആ ചൂടിലൊന്നും അധികം നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ഓക്കെയാണ് കേട്ടോ, ഒന്ന് ചൂടുണ്ട്, പക്ഷേ അങ്ങനെ വെയിലായിട്ട് വന്നില്ല എന്ന് മാത്രം. ഇന്നിനി നമുക്ക് വിജയവാഡ റൂട്ട് പോകണം. എവിടെ എത്തുന്നതെന്ന് അറിയില്ല, അവിടെ നോക്കിയിട്ട് കിടക്കാം. സുഹൃത്തുക്കളെ, റോഡ് സൈഡിൽ ഞാൻ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കൊട്ട ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേകതര ഒരു വള്ളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ നാട്ടിലുള്ള ചൂരൽ പോലത്തെ എന്തോ ഒരു സാധനമാണെന്ന്. പക്ഷെ ചൂരലല്ല, വേറെ ഒരു ടൈപ്പ് വള്ളി പോലത്തെ സാധനമാണ് ഇത്. ഇത് കണ്ടോ, ഇത് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് हिंदी मालूम? ये क्या हुआ है? ये ऐसा वाला पेड़ है? पेड़ का समुद्र का पास, नदी का पास का? हाँ, ആ ഉപയോഗിക്കുന്ന കത്തി കണ്ടു. എന്നെ मैं केरला है. कन्नूर. हाँ, मालूम है, सब घूम के आया. मालूम है. कन्नूर में मेरा गाँव. मैं अभी इधर कोलकाता में चलेगा. एर्नाकुलम. इधर आएगा, केरला में आएगा. काम है, आ गया. आ गया. अभी नहीं काम.
അപ്പോൾ നമ്മളെ നാട്ടിൽ പണിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം കൊറോണയ്ക്ക് ശേഷം പണിയില്ല എന്നാണ് പറഞ്ഞത്. ചേട്ടൻ ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ കൊട്ട ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ പുഴക്കരയിലുള്ള തോട്ടുംകരയിലുള്ള ഈറ്റേൻ്റെ ഇതൾ എടുത്തിട്ടാക്കിയതായിരിക്കും. പിന്നെ വേറെ നമ്മൾ വരുമ്പം കണ്ട സാധനം ഇത് അതല്ല, ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വള്ളി എന്ത് ചെയ്തു റൗണ്ടാക്കിയിട്ട് എടുത്തിയാണ് ഈ ഒരു സാധനം. ഇത് കോഴിക്കോട്, നമ്മുടെ സ്വന്തം കോഴിക്കോട്. അടിപൊളി കോഴി. ഓക്കെ, ഇനി നമുക്ക് പോവാം. വെയിൽ ഇല്ല എക്സ്ചേഞ്ചിന്. ഇനി വെയിലിനൊന്നും ഒരു കുറവുമില്ല. സുഹൃത്തുക്കളെ, നമ്മളെ നാട്ടിലില്ല പോലെ തന്നെയുള്ള ഒരു മത്സ്യകൃഷി ചെയ്യുന്നൊരു ഫാമാണ് നാം ഇപ്പോൾ കാണുന്നത്. ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ അവർ വിട്ട മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വരുമ്പോൾ റോട്ടുമെന്ന് കണ്ടത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അവരെ വലിയ മീനൊക്കെ എടുക്കുന്നുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം.
ഇവിടെ മത്സ്യം എടുക്കാൻ വന്ന വണ്ടികളാണിത്. വലിയ പാടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കള്ളി മാത്രമല്ല, ഇതിൻ്റെ പുറത്തും ഇങ്ങനെയായിട്ട് വൈഡായിട്ടുണ്ട്. അവരൊരു വല ഒരു ഭാഗത്ത് നിന്നാണ് പിടിക്കുന്നത്. നമ്മളതിൻ്റെ എൻഡിൽ നിന്ന് മീനിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് എടുത്ത് ചെറിയ മീനെ കംപ്ലീറ്റ് അവർ ഒഴിവാക്കുക ചെയ്യുന്നത്. ബില്ല് ഏകദേശം ഒരു സൈസുള്ള മാത്രം അവർ കയ്യിലെടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെയാണ് കിടന്നത്. സൈക്കിൾ നേരെ വെച്ചായിരുന്നു, പക്ഷേ ശക്തമായ കാറ്റിൽ താഴെ വീണു. ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു. ഇത് നല്ല ലഗേജാണേ, അതുകൊണ്ട് അങ്ങനത്തെ തന്നെ അവസ്ഥയിൽ തന്നെ അവിടെ വെച്ചു. ഇപ്പം 3 മണിയായി. ഇനി എല്ലാം നമുക്ക് തിരിക്കാം. ഇതൊരാളിഞ്ഞൊരു ബിൽഡിങ്ങാണ്, അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ തന്നെ കിടന്നു. സുഹൃത്തുക്കളെ, വരുന്ന വഴി ഇങ്ങനെ നമ്മുടെ റോഡ് സൈഡിൽ ഇത് നമ്മളൊരു സാധനം കണ്ടു. ഒന്നുമില്ല, നല്ല നമ്മളെ നാടൻ തെങ്ങും കള്ളാണ് ഇത്. എവിടെയൊക്കെ ധാരാളം തെങ്ങുണ്ട് കേട്ടോ. ആന്ധ്രയിൽ പൊതുവേ തെങ്ങ് കുറവാണ്, തമിഴ്നാട്ടിലൊക്കെ നല്ലതുണ്ട്. തെങ്ങിന്ന് എടുത്ത നല്ല അടിപൊളി കള്ളാണ്. ഞാനൊരു 1/2 ഗ്ലാസ് കുടിച്ചു. ഞാൻ പറഞ്ഞില്ല നമ്മൾ കള്ളുകൂടിയൊന്നുമല്ല, പക്ഷേ ഒരു 1/2 ഗ്ലാസ് ഒന്ന് ടേസ്റ്റിന്, ഒരു ഗ്യാസിൻ്റെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് കുടിച്ചു. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ അവരുടെ അടുത്തൊന്ന് വിട പറയാം തൽക്കാലം. ചങ്ങാതിമാർ, രാത്രി നല്ല മഴയായത് കാരണം രാത്രിയത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്ന് ഏകദേശം 115 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഒരു പെട്രോൾ പമ്പിലാണ് ഇന്ന് താമസിച്ചത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഏവർക്കും ബായ്, ഗുഡ് നൈറ്റ്.